ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പാചക വീഡിയോ ആണ് കേട്ടോ. രാവിലെ നമുക്ക് അപ്പവും മുട്ടക്കറിയുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉച്ചയൂണിന് നമ്മൾ ഉണ്ടാക്കിയ കറികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഈസ്റ്റ് ഇട്ടിട്ടാണ് കേട്ടോ. സാധാരണ ഈസ്റ്റ് ഇടാറില്ല. നമ്മൾ തലേ ദിവസത്തെ മാവുണ്ടെങ്കിൽ പുളിച്ച് മാവുണ്ടെങ്കിൽ അത് നമ്മൾ അരി അരയ്ക്കുമ്പോൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് അതില്ലാതിരുന്നുകൊണ്ടിട്ട് ഞാൻ ഈസ്റ്റാണ് ചേർത്തത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ മുട്ടക്കറി ആണെന്നുണ്ടെങ്കിൽ മുട്ട തിളപ്പിച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുഞ്ഞുവിന് മുട്ട തിളപ്പിക്കുന്നതാണ് ഇഷ്ടം. നമ്മളിങ്ങനെ പുഴുങ്ങി തോട് കളഞ്ഞെടുക്കുന്ന ആ ഒരു മുട്ടക്കറി ഉണ്ടല്ലോ, അത് പുള്ളിക്കാരത്തിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. കണ്ണന് എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കുഞ്ഞുവിന് ഇഷ്ടം മുട്ട തിളപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ എല്ലാവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മുട്ട തിളപ്പിച്ചാണ് എടുക്കുന്നത്. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലോ കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല. സാധാരണ രീതിയിൽ മുട്ട തിളപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ സമയമൊക്കെ ഉള്ളതുപോലെ ഇരിക്കും കേട്ടോ. നമുക്ക് ആ ഒരു രാവിലത്തെ തിരക്കൊക്കെ പോലെ ഇരിക്കും നമ്മൾ കറികളുടെ ആ ഒരു ടേസ്റ്റും. പക്ഷേ ഇത് നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ ഈ കറി. നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പുട്ടിനും നമ്മൾ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എല്ലാവരും നല്ല ആക്റ്റീവായിട്ടുണ്ട്. ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. എല്ലാവരും രാവിലെ തന്നെ പണികളൊക്കെ എത്ര പെട്ടെന്നാണ് തീർക്കുന്നതെന്നൊക്കെ ഓർക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അത്ര എളുപ്പത്തിൽ ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള എൻ്റെ ആ ഒരു മൂഡ് അനുസരിച്ചിരിക്കും എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പണി തീർത്തെടുക്കും. ചില ദിവസങ്ങളിൽ അങ്ങനെയല്ല, ഞാൻ മടിഞ്ഞായിരിക്കും ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ 5 മണി വെളുപ്പിന് എണീക്കും. ചിലപ്പോൾ ഒരു 6:30 ആയാലും എഴുന്നേക്കാൻ എനിക്ക് മടിയായിരിക്കും. അപ്പോൾ ഞാനപ്പോൾ എപ്പോഴും ഓർക്കാറുണ്ട്, അങ്ങനെ ശരിക്കും അങ്ങനെ എപ്പോഴും ഞാൻ അങ്ങനെ വിചാരിക്കും നേരത്തെ എഴുന്നേറ്റ് എല്ലാ പണികളും നേരത്തെ തീർക്കണം എന്നൊക്കെ. പക്ഷെ അങ്ങനെ എനിക്ക് സാധിക്കാറില്ല അങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മടി കൂടാൻ കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും ചെറുതായിട്ടൊന്ന് വയ്യ, തലവേദനയാണ്, ശരീരം വേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ശ്യാം ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ശ്യാം പറയും, സാരമില്ല പതിയെ എഴുന്നേറ്റാൽ മതി, ഞാൻ ചോറ് പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയും. അതല്ല ഇനിയിപ്പോൾ ഡിന്നറിൻ്റെ ആ ഒരു സമയമാണെന്നുണ്ടെങ്കിലും എന്നോട് പറയാറുണ്ട്, വേണ്ട ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കേണ്ട, ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ അതും കുറച്ച് എൻ്റെ മടിയുടെ കാരണങ്ങളാവാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ശരിക്കും ഞാൻ പുറത്തുനിന്ന് കൂടുതലായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. കാര്യം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഏത് പാതിരാത്രി ആണെങ്കിലും എനിക്ക് പുറത്തുനിന്ന് ഇപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയെന്നാൽ ഒരുപക്ഷെ ഞങ്ങൾ പോയി കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ ആണെങ്കിലും ആളത് വാങ്ങി എനിക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അത് ഒരു പക്ഷേ എന്താ പറയുക, അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കല്യാണത്തിന് മുന്നേ അച്ഛൻ അങ്ങനെ എപ്പോഴും ഒന്നും പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് വാങ്ങിക്കില്ല. അത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പത്തിലേക്ക് അധികം ഹോട്ടലുകൾ തന്നെ ഇല്ല. വല്ലയിടത്തൊക്കെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടാവുള്ളൂ. അതും കൂടി വന്നാൽ പുറത്തുനിന്ന് നമ്മളൊരു മസാല ദോശ കഴിക്കും. അതിൽ കൂടുതൽ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കില്ല കേട്ടോ. ശരിക്കും ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിരിയാണി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്താണ് ബിരിയാണി എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് കൂടി വന്നാൽ കഴിക്കുന്ന മസാല ദോശയായിരുന്നു. അപ്പോൾ ഇന്നപ്പോൾ ഞാൻ എന്താ പറയുക, കഥയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പാചകത്തിൻ്റെ ആ ഒരു കാര്യം മറന്നുപോയി. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് ക്യാബേജ് തോരനാണ് കേട്ടോ. ക്യാബേജ് തോരൻ ഞാൻ ഇതുപോലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി അതുപോലെ തന്നെ ഉള്ളി, പിന്നെ വെളിച്ചെണ്ണ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കും കേട്ടോ. അല്ലാണ്ട് ഞാൻ വേറെ കടുക് താളിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി തിരുമ്മി അടപ്പത്തിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഇപ്പോൾ മാസം അവസാനമൊക്കെ ആയത് കാരണം തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം വാങ്ങിയിട്ട് വേണം. മിക്ക സാധനങ്ങളും നമുക്കിപ്പോൾ കടല, പരിപ്പ്, പയർ അതെല്ലാം തന്നെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എന്തായാലും ശ്യാമിനോട് നേരത്തെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്തായാലും പോയി സാധനങ്ങൾ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. പിന്നെ നമ്മൾ തോരൻ ക്യാബേജ് തോരനും ആക്കി. പിന്നെ അത് കൂടാതെ തക്കാളിക്കറിയാണ് കേട്ടോ വേറെ ഉണ്ടാക്കുന്നത്. തക്കാളി ഒരു ചാറ് പോലെയാണ് എടുത്തിരിക്കുന്നത്. അത് ഉണക്ക ചെമ്മീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ശ്യാമിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഈ ഉണക്ക ചെമ്മീനും തക്കാളിയും കൂടി. നല്ല ടേസ്റ്റാണ്. ഇവർക്ക് ശ്യാമിനൊക്കെ ഇടയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും. അപ്പോൾ ഇതിന് മുന്നേ മൂന്നാർ കുഞ്ചിത്തണ്ണി എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു കേട്ടോ.
അവിടെ ആൾ നിൽക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ ഉണ്ടാക്കി, അതായത് ഉച്ചയൂണിന് കൊടുത്തിരുന്ന കറിയാണ് ഈ തക്കാളിയും ഉണക്കച്ചെമ്മീനും കൂടിയിട്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്നോട് എപ്പോഴും വന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ഈ കറി സ്ഥിരമാക്കി കൊടുത്തത് കേട്ടോ. പിന്നെ ഒരു മുട്ടയും കൂടി വറുത്തു കേട്ടോ. ഒരു ചെറിയൊരു മുട്ട ഉണ്ടായിരുന്നത്, അതുകൂടി ഒന്ന് വെറുതെ ഒന്ന് വറുത്തെടുത്ത്, ഉള്ളിയോ അങ്ങനെ ഒന്നും ഇടാനൊന്നും നിന്നില്ല. ഇത് ശ്യാമിന് ഇഷ്ടമാണ് ഇങ്ങനെ കുറച്ച് മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടൊന്ന് മുട്ട ചിക്കി വറുക്കുന്നത്. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേനും ആൾ ലഞ്ചിന് അത് മതിയല്ലോ ഉച്ചയ്ക്കത്തേക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു വിട്ടു. പിന്നെ തക്കാളി, നമ്മളുടെ ഉണക്കച്ചെമ്മീൻ തക്കാളി ഇട്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഈ ഉണക്കച്ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വേണം കേട്ടോ തക്കാളി കറിയിലോട്ട് ചേർക്കാനായിട്ട്. അത് നമ്മൾ പച്ച കടയിൽ നിന്ന് വാങ്ങിക്കാനാണല്ലോ. അപ്പോൾ ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തക്കാളി കറിയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളും അപ്പോൾ അത് ട്രൈ ചെയ്തപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നി. ഇടുക്കി ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു ഹോട്ടലുകളിലൊക്കെ കൊടുക്കുന്നത് നമ്മളുടെ ഇവിടെയൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നമ്മളുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പാചകങ്ങളും നമ്മളുടെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.